The price of gold crossed an all-time high of just above 98,500 rupees per 10 grams for 99.9% purity or 24 carats and nearly 90,000 rupees for 99.5% purity or 22 carats this week. The unprecedented rise in the price of gold has put medium and small jewelers in jeopardy, with many reporting over 20% loss of business. ചെറിയ ജുവലേഴ്സ് മീഡിയം ജുവലേഴ്സിന് ചെറിയ ജുവലേഴ്സിനായിരിക്കും ബാധിക്കുന്നത്. അവിടെ ബിസിനസ്സാണ് ഏറ്റവും കൂടെ പോകുന്നത്. ഇപ്പം കാലക്രമേണ ഇപ്പം മാളൊക്കെ വന്നു. ഇപ്പം എല്ലാം ആര് കൊച്ചു കടകൾ പോകണില്ല, എല്ലാം മാളിൽ പോകുന്നു. കാരണം വെച്ചാൽ അവിടെ പാർക്കിംഗ് സൗകര്യവും മറ്റ് കാര്യങ്ങളും ഒരു സ്ഥലത്ത് പോയാൽ തന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും കിട്ടും. ഒരു 100 കടകൾ കയറാം. ആ ഒരു സൗകര്യം നോക്കുന്ന പോലെ തന്നെ ഇപ്പം വലിയ കടകളിലാണ് ആൾക്കാർ ഇപ്പം പോകുന്നത്. പൈസയൊന്നും നോക്കുന്നില്ല. അവിടെ പൈസ കൂടിയാലും ശരി, ഇപ്പം ആൾക്കാർക്ക് പൈസയുടെ അല്ല പ്രശ്നം, അവർക്ക് ആ കിട്ടുന്ന വിചാരിക്കുന്ന സാധനം കിട്ടുന്നുണ്ടോ. അപ്പം ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ലിമിറ്റഡ് ആയിട്ട് സ്റ്റോക്ക് വെച്ചിരിക്കുന്ന ഒരു കൊച്ചു കടക്കാരനോ മീഡിയം കടക്കാരനോ അവർക്ക് ബിസിനസ് നേരത്തെ കാണുന്നതിനേക്കാളും പകുതിയായിട്ട് കുറയുകയാണ് ചെയ്യും. Gold prices are continuing to surge as global uncertainty persists, with the US-China trade war disrupting supply chains and stoking fears of inflation and recession. While markets grapple with these risks, it has reinforced gold as a reliable hedge. However, for small buyers, the price rise has taken away their purchasing power. വിലയെന്ന് പറയുമ്പോൾ ഇപ്പം വില ജാസ്തിയാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഇപ്പം അന്ന് വാങ്ങിക്കുന്ന പവ ഇന്ന് വാങ്ങിക്കാൻ പറ്റൂല നമുക്ക് അപ്പോഴൊക്കെ. അതുകൊണ്ട് മാക്സിമം നമുക്ക് കുറച്ച് ഇടണമെന്നുള്ളതാണ്. അത്രയും അന്നത്തെ റേറ്റിലായിരുന്നെങ്കിൽ കുറച്ചും കൂടെ മാറ്റി ഇടാൻ പറ്റുമായിരുന്നു. ഇപ്പം അതും പോവില്ല. അതുപോലെ അവർക്ക് മക്കൾക്ക് പിള്ളേർക്ക് പൈസ എന്തെങ്കിലും കൊടുത്താൽ അക്കൗണ്ടിൽ ഇട്ട് അവർക്ക് വില കൂടുന്നുണ്ട്. ഇപ്പം അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഞങ്ങളൊരു 2 ആഴ്ചയായിട്ട് വാങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. കുറയും നോക്കിയിരുന്നിട്ട് ഒരു അനക്കവും ഇല്ല. അങ്ങനെ ഞങ്ങൾ പിന്നെ ഇന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ചതിൻ്റെ അത്രയും വാങ്ങാൻ പറ്റുന്നില്ല. കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ. അല്ല കല്യാണത്തിൻ്റെ അല്ല അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാനല്ല, ഞങ്ങളുടെ നോർമൽ യൂസിന് വേണ്ടിയിട്ട് ഡെയിലി യൂസിന് വേണ്ടി മാറ്റിയെടുക്കാൻ വേണ്ടി എന്നതാണ്. അതാ റേറ്റ് പക്ഷേ കൂടുന്ന കാരണം ഞങ്ങൾക്കത് ബുദ്ധിമുട്ടായി. ഗോൾഡ് ജുവലേഴ്സ് കാണുന്നത് ഇത് പോസിറ്റീവായിട്ടും കാണാം, നെഗറ്റീവായിട്ടും കാണാം. പോസിറ്റീവായിട്ട് കാണുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇരിക്കുന്ന സ്റ്റോക്കിൻ്റെ വാല്യൂസ് കൂടുന്നു, അത് മാത്രമേ ഉള്ളൂ. പക്ഷെ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബിസിനസ് കുറയുന്നു. ഇപ്പോൾ ഒരു കസ്റ്റമറിൻ്റെ ഒരാളെ സംബന്ധിച്ചോളം അവർക്ക് കുറച്ച് പൈസ ഉണ്ട്, 1 ലക്ഷം രൂപ കയ്യിലുണ്ട്, ചുട്ടിപ്പിടിച്ച പൈസ എന്തെങ്കിലും ആവാം. അപ്പോൾ അതിനെ വെച്ച് കുറച്ച് ഗോൾഡ് വാങ്ങിക്കാം എന്നുള്ളതായിരിക്കും അവരുടെ താല്പര്യം. അപ്പോൾ അത് നേരത്തെ ആണെങ്കിൽ 1 ലക്ഷം രൂപയ്ക്ക് നമുക്ക് 2 പവൻ വാങ്ങിക്കെങ്കിൽ നമുക്കിപ്പോൾ 1.5 പവനെ വാങ്ങിക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ആ കസ്റ്റമറിൻ്റെ പർച്ചേസിങ് പവർ കുറയുക. അപ്പോൾ വില കൂടുന്നതുകൊണ്ട് നമുക്ക് ഉള്ള കച്ചവടം കുറയുകയാണ്. The situation is even worse for small traditional goldsmiths. Many, like Ayyappan, were already struggling to stay in the profession due to the mushrooming of large jewelry stores. For them, the price rise is a double whammy. പണികളൊക്കെ ഇപ്പോൾ കുറവാണ്. വില കൂടിയാലും പിന്നെ ഇപ്പോൾ റെഡിമെയ്ഡ് പറഞ്ഞാൽ വലിയ കടകളൊക്കെ ആയതുകൊണ്ടായിരിക്കും പണികൾ കുറവ്. ഇപ്പോൾ നമ്മളെ ആൾക്കാർ പണിയൊക്കെ അത് തീരെ കുറവാണ്. ഇപ്പോൾ ഒരുപാട് വേറെ പണിക്കാണ് പോകണത്. കുറച്ച് പേര് മാത്രമേ ഇതിലുള്ളൂ, വേറെ പോകാത്തതുകൊണ്ട് അങ്ങനെ ഇരിക്കണമെന്നേ ഉള്ളൂ. Gold traders believe the prices will go up further and it is a good time to invest in the yellow metal. But how feasible buying is for small and medium consumers is a question that is begging to be answered.